കുഞ്ഞിൻ്റെ വികൃതിക്കിടയിൽ സംഭവിച്ച വീണുപോയതാണെന്ന് പറയുന്നു. അമ്മയാണ് ന്യായീകരിക്കുന്നത്. എങ്ങനെ കഴിയുന്നു എന്നറിയില്ല. അമ്മയാണെങ്കിൽ പോലും ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ കുഞ്ഞ് അമ്മയെന്ന് വിളിച്ചായിരിക്കും കരയുന്നത്. എന്നിട്ട് പോലും മനസ്സ് നോവാത്ത ഇത്തരം ആളുകൾ ഇവരെ നേരത്തെ തിരിച്ചറിഞ്ഞ് അവരുടെ കൈകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. ഈ നെടുമങ്ങാടുള്ള സംഭവം വലിയ ഒരു ക്രൂരത അവിടെ നടന്നിരിക്കുന്നത്. 1.5 വയസ്സുകാരൻ്റെ ശരീരത്തിൽ 91 മുറിവുകളാണ് ഇപ്പോൾ പോലീസിൻ്റെ ഇൻക്വസ്റ്റിലൊക്കെ ഉണ്ട്. ഏറ്റവും ഒടുവിൽ 91 മുറിവുകളെന്നാണ് പറയുന്നത്. വലിയ ക്രൂരത ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ കൊലപ്പെടുത്തുന്ന സമയത്തും അതിന് മുമ്പൊക്കെ ആയിട്ടുള്ള മുറിവുകളാണ് 91ഓളം വരുന്നത്. ഹൃദയഭേദകമായൊരു വാർത്തയാണ് നെടുമങ്ങാട് നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. മനസാക്ഷിയുള്ള മുഴുവൻ പേരും അതിൽ മരവിച്ചിരിക്കുക. എങ്ങനെ ഒരു പെറ്റമ്മയ്ക്ക് ഇത്തരം ക്രൂരകൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയുന്നു എന്ന ചോദ്യം. ഒപ്പം തന്നെ കുഞ്ഞുങ്ങൾ ആരുടെ കൈകളിലാണോ ഏറ്റവും സുരക്ഷിതമെന്ന് നമ്മൾ വിചാരിക്കുന്നു, പ്രകൃതിയുടേതാണെങ്കിലും നിയമമാണെങ്കിലും സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ചും ഏറ്റവും സുരക്ഷിതമാകുന്ന കരങ്ങൾ കൊലക്കയറുകളാകുന്ന രീതിയിൽ മാറുന്നത് അങ്ങേയറ്റം വേദനിപ്പിക്കും. മുമ്പും നമ്മൾ ഇത്തരം സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. എങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി എടുക്കേണ്ടത് ആവശ്യമുണ്ട്. ആ പിഞ്ചോമനയുടെ ശരീരത്ത് ഈ പറഞ്ഞതുപോലെ 91 മുറിവുകൾ വിവിധ ദിവസങ്ങളിലായി. ഇപ്പോൾ ആഴ്ചകൾക്ക് മുമ്പാണ് കുഞ്ഞിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നത്. 2 കൈയും പ്ലാസ്റ്റർ ഇട്ട് നിൽക്കുന്നു. കുഞ്ഞിൻ്റെ വികൃതിക്കിടയിൽ സംഭവിച്ച വീണുപോയതാണെന്ന് പറയുന്നു. അമ്മയാണ് ന്യായീകരിക്കുന്നത്. എങ്ങനെ കഴിയുന്നു എന്നറിയില്ല. തീർച്ചയായും ഇനി ഒരു കുഞ്ഞിനും ഈ അനുഭവം ഉണ്ടാകാതിരിക്കുവാൻ ഈ കേസിൽ വളരെ കൃത്യമായ ഞാൻ കമ്മീഷണറുമായിട്ടും റൂറൽ എസ് പി ആയിട്ടും DYSP ആയിട്ടും എല്ലാവരുമായിട്ട് സംസാരിച്ചു. ഒരു കേസുകൾ ഫ്രെയിം ചെയ്യുന്നതിൽ ഒരു പഴുതുപോലുമില്ലാതെ ശക്തമായ നടപടികൾ എടുക്കണമെന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒപ്പം കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് 0 ടോളറൻസ് ആണ് ഈ സർക്കാരിൻ്റെ നയം. അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ കൂടി വിദഗ്ധരുമായി ആലോചിച്ച് നടപടികൾ ക്രമീകരിക്കും. വലിയ വേദന ഉണ്ടാക്കുന്നൊരു സംഭവം. തുടർച്ചയായിട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. ആ സമയത്തൊരു നടപടി വരുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവുന്നില്ല. കാരണം ഈ കഴിഞ്ഞ ഒരു വർഷത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾക്കെതിരെ ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതെ, കുഞ്ഞുങ്ങൾക്കെതിരെ നടക്കുന്ന ആവർത്തിച്ചുള്ള കുറ്റകൃത്യങ്ങൾ സ്റ്റേറ്റിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അറിയില്ല, അവർക്ക് എന്താ സംഭവിക്കുന്നത് പറയാൻ അറിയില്ല. അമ്മയുടെ സാന്നിധ്യത്തിൽ അല്ലെ അമ്മയാണെങ്കിൽ പോലും ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ കുഞ്ഞ് അമ്മയെന്ന് വിളിച്ചായിരിക്കും കരയുന്നത്. എന്നിട്ട് പോലും മനസ്സ് നോവാത്ത ഇത്തരം ആളുകൾ ഇവരെ നേരത്തെ തിരിച്ചറിഞ്ഞ് അവരുടെ കൈകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി ഒരു കുഞ്ഞിനും ഇത്തരം അനുഭവം ഉണ്ടാകാതിരിക്കാൻ വകുപ്പ് വളരെ ഈ ഒരു സ്പെസിഫിക് ആംഗിളിൽ തന്നെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഈ ആർത്തവ അവധിയുമായി ബന്ധപ്പെട്ട് നയപ്രഖ്യാപനത്തിന് ശേഷം വലിയ ചർച്ചകളുണ്ട്. ഇന്ന് മാ തോമസ് MLA തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വ്യത്യസ്ത ആംഗിളൊക്കെ ആയി നമ്മുടെ റിപ്പോർട്ടർ ടിവിയിൽ തന്നെ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആർത്തവ അവധി വേണം, എന്താ മിനിസ്റ്ററുടെ ഒരു നിലപാട്? എൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പെൺകുട്ടികൾ എന്താഗ്രഹിക്കുന്നു അതിനനുസരിച്ച് നിലപാടെടുക്കുകയാണ്. ഗവൺമെൻറ് നയം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള നയപരിപാടികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഒരുപാട് പേർ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ ആ ദിവസങ്ങൾ നേരിടുന്ന കുട്ടികളുണ്ട്. ചിലർക്കാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം മറ്റ് പ്രശ്നങ്ങളില്ലാത്തവർക്ക് ഇത് അവധിയുടെ ആവശ്യം ഉണ്ടാകില്ല. പ്രശ്നങ്ങളുള്ളവർക്കാണെങ്കിൽ അവധി വഴി അവരെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും വിശദമായ ചർച്ചകൾ ഗവൺമെൻറ് നടത്തി ഞങ്ങളൊരു നയമാണ് പ്രഖ്യാപിച്ചത്. ആ നയത്തിന്മേൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി സ്വരൂപിച്ചുകൊണ്ട് തീരുമാനം നടത്തും. ഈ അവധിയൊക്കെ പ്രഖ്യാപിച്ച് കുറച്ച് കുട്ടികൾ ഇങ്ങനെ ലീവ് എടുക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് അവർ മാറ്റി നിർത്തപ്പെടും. അങ്ങനെ ഒരു ചർച്ച സമൂഹത്തിൽ നിന്നുണ്ടാവുന്നുണ്ട്. നമ്മൾ ഇതിനെ പോസിറ്റീവായി കണ്ടാൽ പോലെ എന്താ മിനിസ്റ്റർക്ക് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ കൂടി തോന്നുന്നു? അല്ല, അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴത്തെ പുതിയ തലമുറ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ജൈവികമായി നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കാര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ശാസ്ത്രീയമായ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ബോധവാന്മാരും ബോധവതികളുമാണ്. അങ്ങനെ ആരെയും അവഹേളിക്കുകയോ പരിഹസിക്കുകയോ പണ്ടത്തെ പോലെ ചിരിക്കുകയൊന്നും ചെയ്തായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതുമാണ്. എല്ലാവരും മനുഷ്യരാണ് നമ്മളെല്ലാവരും. ആത്യന്തികമായി കുഞ്ഞുങ്ങൾ അവർ റെസ്പെക്റ്റ് ചെയ്യാണ് വരുന്നത്. നമ്മുടെ പെൺകുട്ടികൾ അവർ എത്രത്തോളം ആണ്, അവർ എത്ര ശക്തിയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് ശാരീരിക പ്രക്രിയകളിലടക്കം. അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനവും പിന്തുണയും കൊടുക്കുക എന്നുള്ളതാണ് വകുപ്പിൻ്റെ ഉത്തരവാദിത്വം. അതങ്ങനെ പരിഹസിക്കപ്പെടേണ്ടതോ മാറ്റി നിർത്തപ്പെടേണ്ടതോ ഒരു കാര്യവുമല്ല. ആവശ്യമുണ്ട്. ഒരുപാട് ആളുകൾക്ക് ആവശ്യമുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും വിശദമായ ചർച്ചകൾ കൂടി നമുക്ക് തീരുമാനമെടുക്കാം. ആർത്തവ അവധിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരു കൃത്യമായ നിലപാട് ബിന്ദു കൃഷ്ണ പറയുകയും ആവശ്യമുള്ളവർക്ക് അവധി എടുക്കാം, അല്ലാത്തവരെ അടിച്ചേൽപ്പിക്കില്ല എന്നും കൂടി മന്ത്രി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ.